With their nails done now. Hi friends, ഞങ്ങൾ എത്തിയിട്ടാ ഒരിക്കൽ കൂടി എത്തിയിട്ടുണ്ട്. എല്ലാവരും സുഖാണെന്ന് കരുതുന്നു. ഞങ്ങളൊക്കെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ കോവിഡിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ആകെ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു നെല്ലിക്ക അച്ചാർ. അപ്പോൾ നമുക്ക് ഈ നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് പറയാം. ഇതിപ്പോൾ 1.5 കിലോ നെല്ലിക്കയുണ്ട്. ഈ നെല്ലിക്ക ഞാൻ ഒരു സ്റ്റീമർ നമ്മളുടെ ഗ്യാസിൽ വെച്ചിട്ട് ആവി വരുമ്പോൾ അതിലേക്ക് നെല്ലിക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ പുഴുങ്ങിയെടുക്കാനാണ് പോണേ. പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കുരു മാറ്റിയതിന് ശേഷമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, ചെറിയ 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ചെറിയ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്. അപ്പോൾ തിളച്ചിട്ടുണ്ട്. നമ്മളുടെ ഇതങ്ങോട്ട് സ്റ്റീമറിൻ്റെ ആവി വന്ന ഇത് എടുത്ത് വയ്ക്കുകയാണ്. കണ്ട, ഇതാണ്ട് വെച്ചു. ഇനി നമ്മൾക്ക് നെല്ലിക്കേനെ ഇട്ട് കൊടുക്കാം. ഇനി അത് ഇതിനകത്ത് കിടന്ന് ഒന്ന് ആവി ഒന്ന് വെന്ത് ശരിയാവണം. നമ്മളുടെ നെല്ലിക്ക എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക ആയി. ഇനി നമുക്കത് ചൂടാറാൻ വയ്ക്കാം. ഇപ്പം ഞാനിതിന് ഇത് പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഒരു 8 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 8 മിനിറ്റ് എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ സമയമൊന്നും എടുത്തിട്ടുള്ളൂ. ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിന് ഓരോ ഭാഗങ്ങളായിട്ടുണ്ട്, ഒരു വര പോലെ. അവിടെ വെച്ചിട്ട് അടർത്തി എടുത്തിട്ടാണ് നമ്മുടെ അച്ചാർ റെഡിയാക്കണേ. അപ്പോൾ ഇത് ചൂടാറാൻ വയ്ക്കാം കേട്ടോ നമുക്ക്. അതേ നമ്മൾ പുഴുങ്ങിയ നമ്മളുടെ നെല്ലിക്ക ചൂടൊക്കെ ആറിയത് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി പൊളിക്കണത്. ഇതിങ്ങനെ എടുത്തിട്ട് ഇതേണ്ട ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ അടർത്തി എടുക്കാം. കുരു ഇതായിട്ടുണ്ട്. കുരു എടുത്ത് മാറ്റാം. ഇപ്പം അതെ ഇങ്ങനെയാണിത് പൊളിച്ചെടുക്കേണ്ടത്. ഒരെണ്ണം കൂടി ഞാൻ കാണിച്ചു തരാം. നെടുകതേ ഇങ്ങനെ അടർത്തി കഴിയുമ്പോൾ എന്താ ഇതേപോലെ നമുക്ക് കിട്ടും. അങ്ങനെ ഇതെല്ലാം ഞാൻ അടർത്തി എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഒരു ചട്ടിയിലാട്ടോ ഇത് ഉണ്ടാക്കണേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മളുടെ നല്ലെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 4-5 സ്പൂൺ ഉണ്ടാവും കേട്ടോ ഈ നല്ലെണ്ണ. എണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണയും കൂടി ചൂടാവട്ടെ. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അച്ചാറിന് ഇടാൻ വേണ്ടി നെല്ലിക്ക് ഇത്തിരി കൂടുതലില്ല. അപ്പോൾ ഇച്ചിരി കടുകും കൂടുതലിരുന്നോട്ടെ. ഇതിലേക്ക് കുറച്ച് കാന്താരിയും കുറച്ച് ഇഞ്ചിയും കൂടി കറിവേപ്പില നല്ലതാട്ടോ. നന്നായിട്ട് ഇട്ടാൽ നല്ലതാണ്. ഒരു കുഴപ്പമില്ല. കാരണം ഈ അച്ചാറിനൊക്കെ നന്നായിട്ട് കറിവേപ്പിലേക്ക് ഉണ്ടാവുന്നത് നല്ലതാണ്. വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് 1.5 കിലോ നമ്മളുടെ നെല്ലിക്കേണ്ട. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കണം. വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് 3 കുടം വെളുത്തുള്ളി. ഇതങ്ങോട്ട് ആയി വരട്ടെ. നമ്മളിട്ട എല്ലാ പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഒരുവിധം മൂപ്പായിട്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി
കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് ഇച്ചിരി ഇടണം കേട്ടോ. അപ്പോൾ നല്ല കളറും നല്ലൊരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും നമ്മളുടെ അച്ചാറിന് വരുന്നത്. ഇനി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഒരു 6 ചെറിയ സ്പൂണിന് എടുത്തേക്കണേ കേട്ടോ. അച്ചാറ് ഇത്രയുള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ എടുക്കണേ. നിങ്ങളുടെ കയ്യിൽ എത്രയും അച്ചാർ നിങ്ങൾ എന്നുള്ള സംഭവം നിങ്ങൾ എടുക്കണേ kg അതനുസരിച്ച് എടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ 1/2 കിലോ എടുക്കണമുള്ളെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. ഇപ്പം ഞാൻ 1 കിലോ നെല്ലിക്കയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതനുസരിച്ച് ഇത് കൂടുതൽ എടുത്തേക്കണേ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കളറൊക്കെ കൂട്ടി കിട്ടാൻ വേണ്ടി നമ്മളുടെ കാശ്മീരി അതും ഒരു സ്വല്പം ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഇതിൻ്റെ ഒരു റോ സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ശരിക്കും ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഒരു ആ ഒരു മണം അങ്ങോട്ട് മാറുമ്പോൾ നമുക്കറിയാം ഒരു പച്ചക്കുത്ത് പോലെ ഒരു ഇതുണ്ട്. അതെല്ലാം പ്രത്യേകിച്ച് നമ്മളുടെ കാശ്മീരിക്കാണ്. ബാക്കിയുള്ളതിന് അത്രയില്ല, കാശ്മീരിക്ക് ഒരു കുത്ത് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കുറേ വേണ്ട, കുറച്ച് ഉപ്പിട്ടാൽ ഇതൊന്ന് അങ്ങോട്ട് ആയിക്കിട്ടാനെല്ലാം ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. കത്തിച്ചു വിട്ടേനി ആ സ്മെല്ലൊക്കെ ഒന്നും മാറി. ഇപ്പോൾ ഇത് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സ്റ്റൗ കത്തിച്ചിട്ട് ഇത് ചെയ്യുമ്പോൾ പൊടിയൊക്കെ ഒന്നങ്ങോട്ട് കരിഞ്ഞ പോലെയായിപ്പോയി. ഇതിപ്പോൾ ഇത് ആ ചൂടി കിടന്ന് തന്നെ എല്ലാം ഇത് സ്റ്റൗ കത്തിച്ചുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഉലുവയുടെയും കടുകും ഉലുവയും കൂടി അരച്ച പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കടുക് ആൻഡ് ഉലുവ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. കടുക് വറുത്തിട്ട് ഉലുവയും വറുത്തും കൊണ്ട് ആ പൊടി ഇതിനകത്തേക്ക്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ നമ്മളുടെ നെല്ലിക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. സിമ്മിലേക്ക് ഇട്ടിട്ട് നമ്മൾ ചെയ്യണേ. ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. അപ്പം ഇച്ചിരി ഉപ്പ് നന്നായിട്ട് ഇട്ട് കൊടുക്കണം. എന്നാലും ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിന്നാലാണ് നമ്മളുടെ അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒന്ന് നമുക്കവിടെ ഇളക്കി കൊടുക്കാം. ആ എണ്ണയും ഇതൊക്കെ കൂടി അങ്ങനെ പിടിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ആ എണ്ണയും ഇതെല്ലാം കൂടി നല്ല ഇനി അധികം വേവിക്കേണ്ട, കാരണം ഇത് ഓൾറെഡി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം വേവിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാകത്തിന് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിന് ടേസ്റ്റ് ചെയ്യാൻ ഒന്നും കൂടി നോക്കട്ടെ. എരിവൊക്കെ പാകമാണ്, ഉപ്പും പാകമായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി, കായത്തിൻ്റെ പൊടി അപ്പോൾ അതേ എല്ലാം കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളുടെ വിനാഗിരി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു 1/2 കപ്പ് വിനാഗിരി എടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചൊന്ന് യോജിക്കും. വിനാഗിരി നമ്മൾ ഒഴിക്കണത് നമ്മളുടെ അച്ചാർ കേടാവാതിരിക്കാനൊക്കെ കേട്ടോ. ഇനി അതിലൊന്നും കൂടി കിടന്ന് ആയിക്കോട്ടെ. ഇത് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ വിനാഗിരിയൊക്കെ ഈ നമ്മളുടെ നെല്ലിക്കയൊക്കെ വലിച്ചെടുക്കും. അപ്പം നല്ല കൊഴുത്ത് വരും. എന്നിട്ട് നമ്മൾക്കിത് ഒരു ഉണങ്ങിയ ചില്ലിൻ്റെ ഭരണിയിലിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മളിത് പെട്ടെന്ന് എടുക്കരുത്, 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. 2-3 ദിവസം പുറത്തിരിക്കട്ടെ. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു ഭരണിയിൽ നിന്ന് മാറ്റി
എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഭരണിയിലും പിന്നെ എടുത്ത് നമുക്ക് അടച്ച് വേണമെങ്കിൽ ഫ്രിഡ്ജിലോ പുറത്തിരുന്നൊന്നും വെച്ച് കുഴപ്പമില്ല. നമ്മൾ ആ മുകളിൽ ഇതിൻ്റെ അച്ചാർ ഭരണിയുടെ മുകളിലൊരു വെള്ള തുണി എണ്ണയിലൊന്ന് മുക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ പൂപ്പലൊന്നും പിടിക്കില്ല. അപ്പോൾ അതേ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കഴിച്ചൊക്കെ നോക്കി, നല്ലതാണ്. ഇപ്പോൾ ഒരു അച്ചാറില്ലെങ്കിൽ നമുക്ക് ചോറൊക്കെ ഉണ്ണാൻ ഇച്ചിരി മടിയല്ലേ. അപ്പോൾ എപ്പോഴും ഒരു അച്ചാറുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ ഇല്ലെങ്കിൽ നെല്ലിക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി ഉണ്ടാക്കുക. ഉണ്ടാക്കിയതിന് ശേഷം എന്നോട് അഭിപ്രായങ്ങളൊക്കെ പറയുക. എല്ലാവർക്കും അച്ചാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതണ്. അപ്പോൾ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.